ഓക്കെ, 15 അപ്ഡേറ്റുകൾ. അതായത് 2022 വാട്സപ്പിൽ വന്ന ഏറ്റവും യൂസ്ഫുൾ ആവുന്ന 15 അപ്ഡേറ്റുകൾ. ഇതിൽ കൂടുതൽ അപ്ഡേറ്റുകൾ വാട്സപ്പിൽ വന്നിട്ടുണ്ട്. അതെല്ലാം നമുക്ക് യൂസ്ഫുൾ ആവുന്നതല്ല. ചിലതൊക്കെ ഒരാവശ്യമില്ലാത്ത അപ്ഡേറ്റുകളൊക്കെയാണ്. അതൊക്കെ മാറ്റി വെക്കാം. എന്ത് തന്നെയാലും ഈ ഒരു 15 അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആവുന്നതായിരിക്കും. ഫസ്റ്റ് അപ്ഡേറ്റ് എന്ന് പറയുന്നത് മെസ്സേജ് യുവർ സെൽഫ് എന്ന് പറയുന്ന ഓപ്ഷനാണ്. അപ്പോൾ ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ മെസ്സേജ് അയക്കാൻ പറ്റും. അതായത് നിങ്ങൾ യൂസ് ചെയ്യുന്ന അക്കൗണ്ടിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാൻ പറ്റും. അപ്പോൾ ഇത് ആക്സസ് ചെയ്യാനായിട്ട് നിങ്ങൾ വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിൽ താഴെയായിട്ട് നിങ്ങൾക്ക് ആ പുതിയ ചാറ്റ് നിങ്ങൾക്ക് തുടങ്ങാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അതായത് നിങ്ങളുടെ കോൺടാക്ട്സ് കാണാൻ പറ്റും. അതിൽ നിങ്ങളുടെ ഡ്യൂപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ആ ഒരു കോൺടാക്റ്റും കാണാൻ പറ്റും. അപ്പം ഇതാണ് ആ ഒരു മെസ്സേജ് യുവർ സെൽഫ് എന്ന് പറയുന്ന ഓപ്ഷൻ. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങളൊരു ഗ്രൂപ്പിലെ അഡ്മിനാണ്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആവുന്ന ഒരു ഓപ്ഷനാണ്. അതായത് ക്രിയേറ്റ് പോൾസ് എന്ന് പറയുന്ന ഓപ്ഷൻ. അതായത് നിങ്ങൾക്കിപ്പം ഒരു ഗ്രൂപ്പിൽ ഇന്ന ആൾക്കാരോട് ചോദിക്കാൻ പറ്റും, നാളെ എത്ര പേര് നിങ്ങൾ കോളേജിൽ വരും, അല്ലെങ്കിൽ സ്കൂളിൽ വരും, അല്ലെങ്കിൽ എന്തെങ്കിലും സ്പോർട്സിൻ്റെ പരമായിട്ടുള്ള കാര്യങ്ങൾ അറ്റൻഡ് ചെയ്യും, അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇങ്ങനെ ടൈപ്പ് ചെയ്ത ശേഷം അതിനകത്ത് നിങ്ങൾക്ക് പോൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നിങ്ങൾ ജസ്റ്റ് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ എത്ര പേരും വരും, അല്ലെങ്കിൽ അവർക്ക് അത് യെസ് ഓർ നോ ഓപ്ഷനാണ്. നിങ്ങൾക്കറിയാമല്ലോ പോൾ എന്താണെന്നറിയാമല്ലോ. അപ്പം ആ ഒരു ഓപ്ഷൻ വാട്സപ്പിലേക്ക് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും യൂസ്ഫുൾ ആവുന്നതാണ്. നിങ്ങളൊരു ഗ്രൂപ്പ് അഡ്മിനോ അല്ലെങ്കിൽ നിങ്ങളൊരു ടീച്ചറോ അല്ലെങ്കിൽ നിങ്ങളുടെ ഓഫീസിലെ ഒരു മാനേജറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും യൂസ്ഫുൾ ആവുന്ന ഒരു ഓപ്ഷനാണ്. ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് ആക്സസ് ചെയ്യാനായിട്ട് നിങ്ങൾ ജസ്റ്റ് ചാറ്റ് ഓപ്പൺ ചെയ്യുക. അതിൽ നമ്മൾ ഡോക്യുമെൻറ്റ് കാര്യങ്ങളൊക്കെ അറ്റാച്ച് ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ടല്ലോ, ഒന്നെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് പോൾസ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ വരും. അതല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് വാട്സപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ടോപ്പ് സൈഡിൽ സെർച്ച് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് പോൾസ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ പറ്റും. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ ആക്സസ് ചെയ്യാന്നുള്ളൂ. മൂന്നാമത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഇമോജി റിയാക്ഷൻ എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഇത് ഇൻസ്റ്റാഗ്രാമിലുള്ള ഒരു ഓപ്ഷനാണ്. അതായത് നിങ്ങൾക്ക് ഒരാൾ ഇപ്പോൾ ഒരു പോസ്റ്റ് ഷെയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിന് നേരെ ഒരു അപ്ഡേറ്റ് കൊണ്ടുവന്ന് വാട്സപ്പിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം നിങ്ങളുടെ കീബോർഡിലുള്ള എല്ലാ ഇമോജീസും ഉപയോഗിച്ച്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതാണോ അതിന് ആ ഒരു മെസ്സേജിന് റിയാക്ട് ചെയ്യാൻ പറ്റിയ ഇമോജി ഏതാണോ അത് നിങ്ങൾക്ക് ചൂസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് റിയാക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് ഈ ഒരു റിയാക്ഷൻ ഇമോജി എന്ന് പറയുന്നത്, ഈ ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത്. നാലാമത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ക്രിയേറ്റ് എ കോൾ ലിങ്ക്. അതായത് നിങ്ങൾക്ക് ഒരു വീഡിയോ കോൾ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ഓഡിയോ കോൾ ആയിക്കോട്ടെ വാട്സപ്പിൽ നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഇപ്പം ഒരു ലിങ്ക് ക്രിയേറ്റ് ചെയ്ത ശേഷം നിങ്ങൾക്ക് ആരുമായിട്ടാണോ കോൾ ചെയ്യേണ്ടത് അല്ലെങ്കിൽ കോൺടാക്ട് ചെയ്യേണ്ടത് ആ വ്യക്തിയിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ അത് നിങ്ങൾക്ക് വീഡിയോ കോളായിട്ട് ഷെയർ ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഓഡിയോ കോളായിട്ട് മാത്രം മതിയെങ്കിൽ അങ്ങനെ ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പം ഇതും ഈ ഒരു പുതിയൊരു അപ്ഡേറ്റ് ആയിട്ട് വന്നതാണ് വാട്സപ്പിലേക്ക്. അഞ്ചാമത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓഡിയോ കോളും അതുപോലെ വീഡിയോ കോളും നിങ്ങൾക്ക് മോണിറ്റർ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. അതായത് നമ്മുടെ ഗൂഗിൾ സൂം ഉണ്ടല്ലോ, അതുപോലെ അതിനകത്ത് നമുക്ക് ഓരോ വ്യക്തിനെ മ്യൂട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഓരോ വ്യക്തിയുമായിട്ട് നമുക്ക് ചാറ്റ് ചെയ്യാൻ പറ്റും. ആ ഒരു ഫീച്ചർ തന്നെയാണ് ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം ഈ ഒരു ഫീച്ചർ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ വീഡിയോ കോൾ അതുപോലെ തന്നെ കോൺഫറൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വാട്സപ്പിലൂടെ ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ യൂസ്ഫുൾ ആയിരിക്കും എന്നുള്ളത് എനിക്ക് തോന്നി. ഇതാണ് നമ്മുടെ അഞ്ചാമത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത്. ആറാമത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നിങ്ങളൊരു ഗ്രൂപ്പിലെ അഡ്മിൻ ആണെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും യൂസ്ഫുൾ ആവുന്നൊരു ഓപ്ഷനാണിത്. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഗ്രൂപ്പിലെ ഏതെങ്കിലും ഒരു വ്യക്തി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോൺടാക്റ്റിൽ നിന്ന് ഒരു അനാവശ്യമായിട്ടുള്ള മെസ്സേജ് നിങ്ങളുടെ ഗ്രൂപ്പിൻ്റെ പോളിസിനെ എതിർക്കുന്ന അല്ലെങ്കിൽ ലംഘിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു മെസ്സേജ് കാര്യങ്ങൾ വരുവാണെങ്കിൽ നിങ്ങൾക്കത് ആ ഒരു മെസ്സേജ് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. ആ ഒരു മെസ്സേജ് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു ഗ്രൂപ്പിൽ നിന്ന് മാത്രമല്ല നിങ്ങളുടെ ഗ്രൂപ്പിൽ എത്ര മെമ്പേഴ്സ് ഉണ്ടോ അവരുടെ എല്ലാ മെസ്സേജിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു ചാറ്റിൽ നിന്നും ആ ഒരു മെസ്സേജ് ഡിലീറ്റ് ആവുന്നതായിരിക്കും. ഓക്കെ, അത് നല്ലൊരു ഫീച്ചറാണ്. അപ്പം നിങ്ങളൊരു അഡ്മിൻ ആണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആവുന്ന ഒരു ഫീച്ചറാണിത്. അപ്പം ട്രൈ ചെയ്ത് നോക്കുക. ഏഴാമത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഗ്രൂപ്പ് സൈസ് കൂട്ടിയിട്ടുണ്ട്. അതായത് നമുക്ക് എത്ര പേരെ ആഡ് ചെയ്യാം എന്നുള്ളതിൻ്റെ അല്ലെങ്കിൽ എത്ര കോൺടാക്ട്സ് നമുക്ക് ഒരു ഗ്രൂപ്പിൽ ആഡ് ചെയ്യാം എന്നുള്ളതിൻ്റെ ആ ഒരു സൈസ് കൂട്ടിയിട്ടുണ്ട്. മുമ്പ് നമുക്ക് 256 ആൾക്കാരെ മാത്രമായിരുന്നു ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം നമുക്ക് 512 കോൺടാക്ട്സ് വരെ നമുക്ക് ഒരു ഗ്രൂപ്പിൽ ആഡ് ചെയ്യാൻ പറ്റും. എട്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ വന്നൊരു ഓപ്ഷനാണ്. അതായത് അവതാർ എന്ന് പറയുന്ന ഓപ്ഷൻ. അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒരു അവതാർ ക്രിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അതിനെ കസ്റ്റമൈസേഷൻ ചെയ്ത് നിങ്ങൾക്ക് അത് നിങ്ങളുടെ DP ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ആ ഒരു ഫീച്ചർ നമ്മുടെ വാട്സപ്പിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അത് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ DP ആയിട്ട് യൂസ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രൊഫൈൽ പിക്ക് കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ ട്രൈ ചെയ്ത് നോക്കാം. ഒമ്പതാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് കൂടുതലായിട്ടും വാട്സപ്പ് ആക്സസ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഫീച്ചേഴ്സും കാര്യങ്ങളും ആക്സസ് ചെയ്യാൻ പറ്റിയ ഒരു ഓപ്ഷനാണ് അല്ലെങ്കിൽ ഒരു അപ്ഡേറ്റ് ആണിത്. അതായത് ഒരു പുതിയ സെർച്ച് ബാർ അല്ലെങ്കിൽ ആ ഒരു സെർച്ച് ബാറിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വാട്സപ്പിലുള്ള എല്ലാ കാര്യങ്ങളും കുറച്ചും കൂടെ പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റും. അതായത് നിങ്ങൾ ആ ഒരു വാട്സപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ടോപ്പിലായിട്ട് സെർച്ച് ബാർ കാണാൻ പറ്റും. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് ഡോക്യുമെൻറ്റ്സ്, ലിങ്ക്സ്, അതുപോലെ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ വാട്സപ്പിലുണ്ടോ അല്ലെങ്കിൽ ഫീച്ചേഴ്സായിട്ട് വന്നിട്ടുണ്ടോ അതൊക്കെ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. അതായത് ഞാൻ ഈ പറഞ്ഞ പോലെ പോൾസ്, അതുപോലെ നിങ്ങളുടെ ഡോക്യുമെൻറ്റ് ഷെയർ ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് ആരെങ്കിലും ഒരു ലിങ്കോ കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാം. അതുപോലെ ഏതെങ്കിലും ഒരു പ്രത്യേകമായിട്ടുള്ള മെസ്സേജ് അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു മെസ്സേജ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ഉണ്ട്, അത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ അത് നിങ്ങൾക്ക് അവിടെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതവിടെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു ഫീച്ചർ ഈ ഒരു വർഷം വന്നതാണ് ആ ഒരു സെർച്ച് ബാർ എന്ന് പറയുന്നത്. അതൊരു പുതിയ ഫീച്ചറായിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. പത്താമത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ആസ്കിങ് പെർമിഷൻ ടു ചാറ്റ് അൺനോൺ നമ്പർ. അതായത് നിങ്ങൾക്ക് അറിയത്തില്ലാത്തൊരു നമ്പർ ഉണ്ടല്ലോ, ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയത്തില്ലാത്ത ഏതെങ്കിലും ഒരു നമ്പറിൽ നിന്ന് ഒരു ചാറ്റ് വരികയാണ്. ആ ഒരു വ്യക്തിയായിട്ട് നിങ്ങൾക്ക് തുടർന്ന് ചാറ്റ് ചെയ്യണോ അല്ലെങ്കിൽ റിപ്ലൈ കൊടുക്കണോ എന്നുള്ളത് അവർ ചോദിക്കും.
ചോദിക്കും. അതിനുശേഷം നിങ്ങൾക്ക് തുടർന്ന് നിങ്ങൾക്ക് റിപ്ലൈ കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത ശേഷം ചാറ്റ് ചെയ്യാം. ഇനിയിപ്പോൾ അഥവാ നിങ്ങൾക്ക് അത് റിപ്ലൈ ചെയ്യേണ്ട, നിങ്ങൾക്ക് അവിടെ ബ്ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ ആ ഒരു കോൺടാക്റ്റ് റിപ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതേ ഒരു ഫീച്ചർ നിങ്ങളുടെ ഗ്രൂപ്പിലും വർക്കാവും. അതായത് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു വ്യക്തി ആയിക്കോട്ടെ, അറിയത്തില്ലാത്തൊരു വ്യക്തി ആയിക്കോട്ടെ, നിങ്ങളുടെ അനുവാദം ഇല്ലാണ്ട് ഒരു ഗ്രൂപ്പിൽ നിങ്ങൾ ആഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു നോട്ടിഫിക്കേഷൻ വരും. ആ ഒരു ഗ്രൂപ്പിൽ ആഡ് ആവുന്നതിന് മുമ്പ് അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് എക്സിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാതിരിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതും ഒരു നല്ലൊരു ഫീച്ചറായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. 11ാമത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് സ്റ്റാറ്റസ് നിങ്ങളുടെ ചാറ്റിൻ്റെ ഓപ്ഷൻ ഉള്ളൂ. അതായത് നിങ്ങൾ സ്റ്റാറ്റസ് എന്ന് പറയുന്ന ആ ഓപ്ഷനിലേക്ക് പോകാണ്ട് തന്നെ ആ ഒരു പ്രൊഫൈലിൻ്റെ ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിന്ന് തന്നെ സ്റ്റാറ്റസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം അതൊരു പുതിയ അപ്ഡേറ്റ് ആണ്. അപ്പം 2 രീതിയിൽ നിങ്ങൾക്ക് ഇപ്പോൾ സ്റ്റാറ്റസ് കാണാൻ പറ്റും. ഒന്ന് ആ പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ചാറ്റിലെ ആ ഒരു പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിന്ന് കാണാൻ പറ്റും. അതല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റാറ്റസിൻ്റെ ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ അവിടെയും കാണാൻ പറ്റും. 12ാമത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് QR കോഡ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കോൺടാക്റ്റ് മറ്റൊരു വ്യക്തിയിലേക്ക് ഷെയർ ചെയ്യാനും അവർക്കത് സേവ് ചെയ്യാനുമാണ്. അതായത് നിങ്ങളുടെ വാട്സപ്പിൽ നിന്ന് നിങ്ങളുടെ പ്രൊഫൈലിൽ, അതായത് നിങ്ങളുടെ സെറ്റിങ്സിൽ പ്രൊഫൈലിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് QR കോഡ് കാണാൻ പറ്റും. സ്കാൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അതുപോലെ നിങ്ങളുടെ QR കോഡ് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഷെയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുന്ന വ്യക്തി, ഇപ്പോൾ ഏത് വ്യക്തിയിലേക്കാണോ നിങ്ങൾ ഷെയർ ചെയ്യുന്നത്, ആ ഒരു വ്യക്തിക്ക് ആ ഒരു QR കോഡ് സ്കാൻ ചെയ്ത ശേഷം അവരുടെ കോൺടാക്റ്റിൽ അത് സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ നമ്പർ സെൻഡ് ചെയ്യുന്നതിന് ബദം നിങ്ങൾക്ക് QR കോഡ് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം മറ്റൊരു വ്യക്തിക്ക് അത് സേവ് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെയാണ് ആ വ്യക്തിയുടെ കോൺടാക്റ്റ് നിങ്ങൾക്ക് സേവ് ചെയ്യണമെങ്കിൽ ഇതുപോലെ തന്നെ അയാൾ QR കോഡ് അയച്ചു തരാണെങ്കിൽ സ്കാൻ ചെയ്ത് സേവ് ചെയ്യാൻ നോക്കും. പിന്നെ എനിക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയ ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് 13ാമത്തെ അപ്ഡേറ്റ്, അതായത് ഡിസപ്പിയറിംഗ് മെസ്സേജ് എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്തിട്ടാണെങ്കിൽ നിങ്ങൾ ആ ഒരു എനേബിൾ ചെയ്തിട്ട ആ ഒരു ടൈം തൊട്ട് നിങ്ങൾക്ക് വരുന്ന മെസ്സേജും കാര്യങ്ങളും ഇന്നൊരു ടൈമിൽ, അതായത് നിങ്ങൾക്ക് 24 മണിക്കൂർ അല്ലെങ്കിൽ അങ്ങനെ കുറച്ച് ടൈംസ് ഉണ്ട്, ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല. അപ്പോൾ അത്രയും ടൈമിനുള്ളിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഡിലീറ്റ് ആയി പോകുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിതൊരു ഗ്രൂപ്പിൽ എനേബിൾ ചെയ്തിട്ടാണെങ്കിൽ, അനാവശ്യമായിട്ടുള്ള എന്തെങ്കിലും ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ഡിസപ്പിയറിംഗ് മെസ്സേജ് എനേബിൾ ചെയ്തിട്ടാണെങ്കിൽ അതിനകത്തേക്ക് വരുന്ന മീഡിയാസും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ സ്മാർട്ട് ഫോണിലേക്ക് സ്റ്റോർ ആവും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങളുടെ സ്റ്റോറേജ് ഫുൾ ആവുമല്ലോ. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്തിട്ടാണെങ്കിൽ ഇന്ന ടൈം കഴിയുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കായിട്ട് മീഡിയാസ് ആയിക്കോട്ടെ, ചാറ്റ്സ് ആയിക്കോട്ടെ, എന്ത് തന്നെയാലും അത് ഓട്ടോമാറ്റിക്കായിട്ട് ഡിലീറ്റ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ പോയി ഡിലീറ്റ് ചെയ്യേണ്ട ആവശ്യം വരില്ല. അപ്പം അതൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ്. അപ്പം നിങ്ങൾക്ക് അനവധി ഗ്രൂപ്പ് കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഓപ്ഷൻ ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നതായിരിക്കും. 14ാമത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു വീണ്ടും ഗ്രൂപ്പുകളൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആണെന്നായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഒന്നിലധികം ഗ്രൂപ്പുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെസ്സേജ് നിങ്ങൾക്ക് ഒരു ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യുന്നതിന് പകരം, അല്ലെങ്കിൽ നിങ്ങളിലുള്ള ആ ഗ്രൂപ്പുകളിൽ എല്ലാത്തിലേക്കും ഷെയർ ചെയ്യുന്നതിന് പകരം, അതായത് ഓരോ ഗ്രൂപ്പ് ഓപ്പൺ ചെയ്യുക, ഷെയർ ചെയ്യുക, ഓരോ ഗ്രൂപ്പ് ഓപ്പൺ ചെയ്യുക, ഷെയർ ചെയ്യുക, അതിന് പകരമായിട്ട് പുതിയൊരു ഓപ്ഷൻ അല്ലെങ്കിൽ പുതിയൊരു അപ്ഡേറ്റ് വന്നതാണ് കമ്മ്യൂണിറ്റി. അതായത് ക്രിയേറ്റ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ചാറ്റിലുള്ള എത്ര ഗ്രൂപ്പുകളുണ്ടോ അതിനെല്ലാം ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് ക്രിയേറ്റ് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഒരു ചാറ്റിലൂടെ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിലൂടെ ഒരു മെസ്സേജ് അയക്കണമെങ്കിലൂടെ നിങ്ങൾക്ക് എല്ലാ ഗ്രൂപ്പിലേക്കും ഒരു സിംഗിൾ മെസ്സേജ് ഷെയർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം കുറേ അധികം ഗ്രൂപ്പ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഈ ഒരു കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഓപ്ഷൻ യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ യൂസ്ഫുൾ ആയിരിക്കും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അപ്പം തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് കുറേയധികം ഗ്രൂപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ. ഓക്കെ, അപ്പം നമ്മുടെ അവസാനത്തെയും അതുപോലെ 15ാമത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് അൺറീഡഡ് മെസ്സേജ്. അതായത് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് അധികം കോൺടാക്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്, കുറേ ഗ്രൂപ്പുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നിങ്ങൾ പല മെസ്സേജും കാര്യങ്ങളും റീഡ് ചെയ്തില്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ആ ഒരു സെർച്ച് ബാറിൻ്റെ അവിടെ ചെല്ലുക. അതായത് ഞാൻ പറഞ്ഞ ആ ഒരു പുതിയ സെർച്ച് ബാറുണ്ടല്ലോ, ചാറ്റ് ഓപ്പൺ ചെയ്യാം, പുതിയ സെർച്ച് ബാറിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് അവിടെ അൺറീഡഡ് മെസ്സേജ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ പറ്റും. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് മാത്രമായിട്ട് ഫിൽറ്റർ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരും ഏതൊക്കെ മെസ്സേജ് നിങ്ങൾ റീഡ് ചെയ്തില്ല അല്ലെങ്കിൽ മെസ്സേജ് വന്നിട്ട് നിങ്ങൾ കണ്ടില്ല എന്നുള്ളത് നിങ്ങൾക്ക് അവിടെ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പം അതും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു 15 വാട്സപ്പ് അപ്ഡേറ്റുകൾ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഇതിൽ കൂടുതൽ അപ്ഡേറ്റുകളൊക്കെ വാട്സപ്പിലേക്ക് വന്നിട്ടുണ്ട്. അപ്പം അതെല്ലാം നമുക്ക് ആവശ്യമുള്ളതൊന്നുമല്ല, കുറേ ചവറായിട്ടുള്ള അപ്ഡേറ്റുകളൊക്കെയാണ് വന്നത്. എന്തായാലും ഇതാണ് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പം ഇതിനകത്ത് ഏതെങ്കിലും ഒരു അപ്ഡേറ്റ് അല്ലെങ്കിൽ 2-3 അപ്ഡേറ്റുകളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. അങ്ങനെ യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണെങ്കിൽ അതൊരു അടിപൊളിയായിട്ടുള്ള കാര്യമായിരിക്കും. എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, അതുപോലെ എന്തെങ്കിലും അഭിപ്രായങ്ങളോ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് അറിയിക്കാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.